RRB, SSC, PSC ഇവയിൽ ഏതിലാണ് നമുക്ക് പെട്ടെന്നൊരു ജോലി കിട്ടാൻ സാധ്യതയുള്ളത്? എല്ലാവരും ചോദിക്കുന്നതാണ്. നിങ്ങളുടെ പ്രായം ശരിക്കും ഒരു ഫാക്റ്റ് തന്നെയാണ്. SSC എക്സാംസിൽ അല്ലെങ്കിൽ RRB എക്സാംസിൽ കുറേ എക്സാംസിൻ്റെ പ്രായപരിധി എന്ന് പറയുന്നത് നമ്മൾ ചെറുപ്പമായിരിക്കുന്ന സമയങ്ങളിലാണ്. അതായത് ഒരു 27 മുമ്പൊക്കെ കുറേ എക്സാംസ് നമുക്ക് എഴുതാൻ പറ്റും. പിന്നെ അതുപോലൊപ്പം തന്നെ നിങ്ങൾക്ക് വളരെ കോൺഫിഡൻ്റ് ആണ്. അതായത് മാത്സിലായാലും റീസണിങ്ങിലായാലും ഇംഗ്ലീഷിലായാലും നിങ്ങൾക്കൊരു സ്ട്രോങ് നോളജ് ഉണ്ട് എങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ആദ്യം പോകേണ്ടത് RRB, SSC എക്സാമിലേക്ക് തന്നെയാണ്. പിന്നെ നിങ്ങൾക്ക് എവിടെ ജോലി ചെയ്യണം അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് ഇന്ത്യ ഒട്ടാകെ ട്രാവൽ ചെയ്ത് ജോലി ചെയ്യാനും കുഴപ്പമില്ല എന്നൊക്കെയാണ്. അല്ലെങ്കിൽ വീടിനടുത്ത് ജോലിയാണെങ്കിൽ നമ്മൾ കേരള PSC നോക്കും. അങ്ങനെയാണ് നിങ്ങളുടെ ഒരു ഓപ്ഷൻ എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? SSC, RRBയിലേക്ക് നമുക്ക് ആദ്യം കോച്ചിങ്ങിന് പോകാം. ശരിക്കും ആദ്യത്തെ സമയങ്ങളിൽ ഇതിനൊരു കോച്ചിങ് ആവശ്യമാണ്. എന്താണ്? നമുക്ക് ഈ ആപ്റ്റിറ്റ്യൂഡ് നിങ്ങളും ടൈം ആൻഡ് വർക്ക് ചെയ്യും, ഞാനും ടൈം വർക്ക് ചെയ്യും. ഞാൻ ആപ്റ്റിറ്റ്യൂഡിൻ്റെ ഫാക്കൽറ്റി ആയതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ അപ്പോൾ എനിക്ക് എന്തായിരിക്കും നിങ്ങൾ ചെയ്യുന്ന ചിലപ്പോൾ ഒരു പ്രോബ്ലം നമ്മൾ തന്നെ ചെയ്യുമ്പോൾ 1 മിനിറ്റ് കൊണ്ടായിരിക്കും ചെയ്യുന്നത്. ചിലപ്പോൾ നമുക്കൊരു എലിമിനേഷൻ ടെക്നിക്കും ഒക്കെ വെച്ചിട്ട് എനിക്കത് ചിലപ്പോൾ നിങ്ങളെ കൊണ്ട് 0.3 സെക്കൻഡ് ചെയ്യിപ്പിക്കാൻ പറ്റും. അങ്ങനെ ഓരോരുത്തർക്കും പറ്റും. അപ്പോൾ അവിടെ നമ്മൾ ആദ്യം ഒരു കോച്ചിങ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 1 ഇയറിനുള്ളിൽ നമുക്കിതിനെ റിസൾട്ട് അറിയാൻ പറ്റും. ആ ഒരു ലിസ്റ്റിലുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ജോബ് കിട്ടും. അതാണ് അങ്ങനെയുള്ള ഒരു RRBക്കായാലും SSCക്കായാലും. കാരണം വലിയ ലിസ്റ്റുകളാണ് വരുന്നത്. അതായത് ഓപ്പർച്യൂണിറ്റി നിറയെ ഉണ്ടാകും. 10,000 വേക്കൻസി, 20,000 വേക്കൻസി തുടങ്ങിയവയായിരിക്കും. ഇനി കേരള PSCയിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾ കുറച്ച് ഗ്യാപ്പിന് ശേഷമൊക്കെ പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ കേരള PSC ബെസ്റ്റ് ഓപ്ഷനാണ്. പക്ഷേ PSC എഴുതുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് ഏറ്റവും അതായത് ആ ഒരു 1.5 വർഷം അല്ലെങ്കിൽ 2 വർഷത്തിനുള്ളിൽ വരുന്ന ഒരു എക്സാംസിനെ പറ്റി ഒരു ധാരണയുണ്ടാവണം. ഒരു എക്സാം എഴുതി പെട്ടെന്ന് ജോലി കിട്ടണം എന്നല്ല. നമ്മളൊരു ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു 3 വർഷമാണെങ്കിൽ നമുക്ക് ആ ഒരു 2 വർഷത്തിനുള്ളിൽ വരുന്ന 3 വർഷം എന്ന് പറയുമ്പോൾ ലിസ്റ്റ് വന്നു അതിനുള്ളിൽ എന്ത് ചെയ്യാം? അതിൻ്റെ പ്രോസസ്സൊക്കെ കഴിയണമെങ്കിൽ കുറച്ച് സമയം എടുക്കുമല്ലോ. അതുകൊണ്ട് ഞാൻ ഒരു 3 ഇയർ പറഞ്ഞു. 2 ഇയറിനുള്ളിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ഒരു ലിസ്റ്റിൽ ക്രാക്ക് ചെയ്ത് ഫസ്റ്റ് പൊസിഷനിലേക്ക് എത്തപ്പെടാൻ പറ്റണം. പിന്നെ അതിൻ്റെ പ്രോസസ്സ് മാത്രം ആവണം ആ ഒരു 3 വർഷം എന്ന് പറയുന്ന ടൈം പീരീഡിൽ. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ എക്സാംസിനെ പറ്റിയും അറിയുക. എന്നിട്ട് നമുക്ക് മനസ്സിലാവും നമ്മൾ ഏത് കോമ്പറ്റീറ്റീവ് എക്സാം മേഖലയിലാണ് നോക്കുന്നത്. ഇപ്പോൾ ഡിഗ്രി നോക്കുവാണെങ്കിൽ അതിന് താഴെയുള്ള എക്സാംസും കൂടെ LD വരെ എഴുതുക. പിന്നെ അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ക്വാളിഫിക്കേഷനുള്ള എക്സാംസ് ആണെങ്കിൽ അതും കൂടി എഴുതുക. അപ്പോൾ ആ എക്സാംസിനെ പറ്റി ഒരു ധാരണയുണ്ടെങ്കിൽ കണ്ടിന്യൂസ് പരീക്ഷകൾ എഴുതുക. അത് വലിയൊരു കാര്യമാണ്. അതിനകത്ത് NCA വന്നാൽ എഴുതുക, നമുക്ക് വേണ്ടി സ്പെഷ്യൽ എക്സാംസ് ഉണ്ടെങ്കിൽ എഴുതുക. ഇതൊക്കെ അപ്പിയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു നന്നായിട്ട് പ്രിപ്പറേഷൻ ഉണ്ടായിരിക്കും. ശരിക്കും പേയ്മെൻറ്റ് കൂടുതലുള്ളത് SSCയുടെ നല്ല പോസ്റ്റുകൾക്ക് CGL, CHSL നല്ല പേയ്മെൻ്റ് ആണുള്ളത്. ഇപ്പം CGL, CHSL, CGL പോലുള്ള എക്സാംസിൻ്റെ സമയമാണ്. ഒരു ആദ്യത്തെ CGL എക്സാമാണ്. CGL എക്സാം നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ താഴെയുള്ള CHSL തുടങ്ങിയ എക്സാംസൊക്കെ കുറച്ചും കൂടി ഈസി ആകും. അപ്പം നിങ്ങൾക്ക് എന്താണോ പഠിക്കാൻ ആഗ്രഹമുള്ളത്, LDC ആയാലും ഒക്കെ വിളിക്കാൻ പോവുകയാണ്, എന്താണോ പഠിക്കാൻ ആഗ്രഹമുള്ളത് അത് പഠിച്ചു തുടങ്ങുക. പിന്നെ ഇതിനൊക്കെ പ്രായപരിധി ഇപ്പോൾ കൂട്ടിയിട്ടുണ്ട്. PSCക്കൊക്കെ പ്രായപരിധി കൂട്ടിയിട്ടുണ്ട്. 7ാം ക്ലാസ് പാസ്സായവർക്ക് തൊട്ട് അപ്പയർ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തും ആർക്കും പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ ഈ സിലബസ് എന്ന് പറയുന്നത്. സാധാരണക്കാർ തന്നെയാണ് പരീക്ഷ എഴുതാറുള്ളത്. അതുകൊണ്ട് തന്നെ മനസ്സിലാക്കുക, നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ചു തുടങ്ങുക. ഇത് യൂട്യൂബ് മാത്രം ഒരിക്കലും ഒരു സോഴ്സ് ആക്കരുത്. അതെന്താ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിൽ കണ്ടൻറ്റ് അവൈലബിൾ അല്ല എന്നല്ല ഞാൻ പറയുന്നത്. ഒരു പർട്ടിക്കുലർ ടൈമിനുള്ളിൽ തീർത്തെങ്കിൽ മാത്രമാണ് നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്. ഒരു 2 ഇയർ അല്ലെങ്കിൽ നമ്മൾ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഡെഫിനറ്റ്ലി ആദ്യത്തെ എക്സാം തൊട്ട് പ്രോപ്പറായിട്ട് എഴുതണം. അങ്ങനെയാണെങ്കിൽ അതിന് കൃത്യമായ പരിശീലനം ആവശ്യമാണ്. അങ്ങനെ പരിശീലനം ആവശ്യമുണ്ട് എങ്കിൽ തീർച്ചയായും എന്നെ കോൺടാക്ട് ചെയ്യുക. ഞാൻ നമ്പർ ഇവിടെ കൊടുക്കാം. ഞങ്ങൾ ക്ലാസ്സുകൾ നൽകുന്നുണ്ട്. ഒരു കൂട്ടം അധ്യാപകരുണ്ട്. CCയുടെ പ്ലാറ്റ്ഫോമിലൂടെയാണ് ക്ലാസ്സുകൾ നൽകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലാസ്സുകൾ ഉപകാരപ്രദവുമാകും.